നമസ്കാരം. പ്രധാന വാർത്തകൾ. റോക്കറ്റിന് സാങ്കേതിക തകരാർ. ആക്സിയം 4 ദൗത്യം വീണ്ടും മാറ്റിവെച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ലയുടെ യാത്ര വൈകും. റോക്കറ്റിന് സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് ദൗത്യം മാറ്റിവെച്ചത്. ഇന്ന് വൈകിട്ട് 5:30 ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപണം നിശ്ചയിച്ചിരുന്നത്. കെന്നഡി സ്പേസ് സെന്ററിൽ ഭാഗത്ത് കനത്ത മഴയുണ്ടായിരുന്നു. വരും ദിവസങ്ങളിലും പ്രദേശത്ത് കാലാവസ്ഥ അനുകൂലമല്ലാത്ത സാഹചര്യമായിരിക്കുമെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ അറിയിപ്പ്. അനുകൂല കാലാവസ്ഥ അല്ലാത്ത പക്ഷം ദൗത്യം ഇനിയും വൈകിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. 715 കോടി രൂപയാണ് ശുഭാംശുവിന്റെ യാത്രയ്ക്കായി ഇന്ത്യ ചിലവിടുന്നത്. ദൗത്യത്തിന് 4 ക്രൂ അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെ നടത്താനിരുന്ന ദൗത്യം ശക്തമായ കാറ്റിനെ തുടർന്നായിരുന്നു ഇന്നത്തേക്ക് മാറ്റിയത്. രാത്രിയിൽ കിണറ്റിൽ വീണ വയോധിക മോട്ടോർ പൈപ്പിൽ പിടിച്ചു കിടന്നത് മണിക്കൂറുകൾ. ഒടുവിൽ രക്ഷ. 4 മണിക്കൂറോളം കിണറ്റിൽ മോട്ടോർ പൈപ്പിൽ പിടിച്ചു കിടന്ന 87-കാരിയെ പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. പത്തനംതിട്ട തട്ട മാമൂട് കുടമുക്ക് വേലംപറമ്പിലെ 87 വയസ്സുള്ള ശാന്തയാണ് കിണറ്റിൽ വീണത്. വീട്ടിലെ തന്നെ ആൾമറയില്ലാത്ത കിണറ്റിലാണ് 87-കാരി വീണത്. രാത്രിയിൽ വീടിന് പുറത്തിറങ്ങിയ 87-കാരി കാൽ തെറ്റി കിണറ്റിൽ വീണതായാണ് സംശയം. രാത്രി ഇടയ്ക്ക് ഉണർന്ന വീട്ടുകാർ കതക് തുറന്നു കിടക്കുന്നത് കണ്ട് മുറി പരിശോധിച്ചപ്പോഴാണ് 87-കാരിയെ കാണാനില്ല എന്ന് വ്യക്തമായത്. തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് ഇവരെ കിണറിനുള്ളിൽ കണ്ടെത്തിയത്. അടൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് വയോധികയെ രക്ഷപ്പെടുത്തിയത്. ഏകദേശം 30 അടി താഴ്ചയും 15 അടി വെള്ളം ഉള്ളതുമായ കിണറ്റിൽ മോട്ടോറിന്റെ പൈപ്പിൽ പിടിച്ചു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ഇവരുണ്ടായിരുന്നത്. പുലർച്ചെ 1 മണിക്ക് ശേഷം കനത്ത നീരൊഴുക്ക്. കല്ലാർകുട്ടി, പാംബ്ല ഡാമുകളിലെ ഷട്ടറുകൾ ഉയർത്തി. രാവിലെ 5 മണിക്കാണ് ഷട്ടറുകൾ ഉയർത്തിയത്. കല്ലാർകുട്ടി വൃഷ്ടി പ്രദേശത്ത് രാത്രി 1 മണിക്ക് ശേഷം കനത്ത നീരൊഴുക്ക്. പാംബ്ലയിൽ 50 സെന്റിമീറ്റർ, കല്ലാർകുട്ടിയിൽ 1 അടി എന്ന രീതിയിലാകും ഷട്ടർ ഉയർത്തുക. പെരിയാറിന്റെ ഇരുകരയിലുമുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ആലപ്പുഴയിൽ യുവാവിന്റെ ദുരൂഹ മരണം കൊലപാതകമെന്ന് പോലീസ്. 2 സുഹൃത്തുക്കൾ അറസ്റ്റിൽ. കാവാലം സ്വദേശികളായ ഹരികൃഷ്ണൻ, യദുകുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. കാവാലം സ്വദേശി സുരേഷ് കുമാർ കഴിഞ്ഞ 2-ന് ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. മസ്തിഷ്ക അണുബാധയായിരുന്നു മരണകാരണം. സുരേഷ് കുമാറിന്റെ മരണം കുടുംബം ദുരൂഹത ആരോപിച്ചിരുന്നു. പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ സുരേഷിനെ സുഹൃത്തുക്കൾ സംഘം ചേർന്ന് മർദ്ദിച്ചിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. മർദ്ദനത്തിൽ തലക്കേറ്റ ക്ഷതമാണ് പിന്നീട് മസ്തിഷ്ക അണുബാധയായി മാറിയത്. മഴ കനക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിൽ മഴ മുന്നറിയിപ്പില്ല. നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. നാളെ 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്.